തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. അയ്യോ, എന്താ പ്രകാരം ഇത്? നിന്നെ കഴുത്തിന് പിടിച്ച് കളി? എന്താ അളിയാ, വന്നു കയറിയോണ്ട് എന്നെ കളിയാക്കാണല്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന അളിയന് ഇഷ്ടമല്ലല്ലേ? പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കില്ല. കാര്യല്ലേ ചോദിച്ചു? ആരുടെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയി കാണും. ആരുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അളിയാ, എന്താ ജോക്ക് പറയാ? ഞാൻ ആരാന്നറിയോ? പ്രഭാകരനാ. പ്രഭാകരൻ 2.0. എന്നെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാ അവന്റെ കഴുത്തിന് വല്ല തല കാണത്തില്ല. അപ്പൊ തലയില്ലാത്തവനാ നിന്റെ കഴുത്തിന് പിടിച്ചത്? എന്നെ ഇങ്ങനെ കളിയാക്കിയ അളിയന് സന്തോഷം കിട്ടുമായിരിക്കും അല്ലേ? എങ്കിൽ പിന്നെ പറഞ്ഞോ, എനിക്കൊരു പ്രശ്നവുമില്ല. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ സംഭവിക്കുള്ളൂ. ഇവിടുന്ന് തുള്ളിച്ചാടി പോയിട്ട് ഈ അവസ്ഥയിൽ തിരിച്ചു വരുമ്പോ എന്താന്ന് ചോദിക്കണമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും അളിയൻ എന്നെ ഒരു കോമഡി കഥാപാത്രമായിട്ടാണല്ലോ കാണുന്നത്. ഞാനേ പഴയ പ്രഭാകരനൊന്നും അല്ല, ഇപ്പോ പ്രഭാകരൻ 2.0 ആണ്. അതൊക്കെ ശരി. എന്താ നിന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്? ബെൽറ്റ് ഇല്ലെങ്കിൽ നായകളൊക്കെ ഓടിക്കളയും. പക്ഷെ മനുഷ്യരുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. എന്തു പറ്റി? നിനക്ക് നിന്നെ തന്നെ ഡൗട്ടാണ് എന്ന് വെച്ചാ ഞാനൊരു നായാണെന്ന് അങ്ങ് തീർച്ചപ്പെടുത്തിയല്ലേ? അളിയന്റെ സ്വന്തം ഭാര്യയുടെ ബ്രദറാ ഞാൻ. അളിയന്റെ ഒരേ ഒരു അളിയൻ. അതാ എനിക്ക് പറ്റിയ തെറ്റ്. അളി എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറ്റിയെന്ന് ചോദിച്ചു. അയ്യോ, അതൊന്നും പറയണ്ട അളിയാ, ഇതൊരു വലിയ കഥയാ. എന്റെ പ്രശ്നം കേൾക്കാൻ ആരാ ഉള്ളത്? കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. എന്നാലും പറയാമെന്നല്ലേ. വലിയ കഥ കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. ഷോർട്ടാക്കി പറഞ്ഞാൽ മതി. മാസും ആക്ഷനും ഒക്കെ ഉള്ളൊരു സ്റ്റോറിയാണ് അളിയാ. അളിയൻ അത് കേട്ടാ അളിയന്റെ മുട്ടുകാല് പറയ്ക്കും. ബിൽഡപ്പ് ഒന്നും വേണ്ട. എന്താ പറ്റിയെന്ന് വെച്ചാ പറ. അത് പിന്നെ അളിയ ഇന്ന് പ്രഭാകരൻ, നിനക്ക് എന്താ പറ്റിയത്? ആ കഥയെ കുറിച്ച് പറയാൻ തുടങ്ങുമായിരുന്നു സിസ്റ്റർ. ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഏയ്, ഇപ്പോഴല്ലേ വലിയ കഥയാണ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഒന്നും ഇല്ലാതായോ? എന്തായാലും അളിയനെ കേൾക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പ പിന്നെ വെറുതെ പറഞ്ഞ സമയം കളയണ്ടാന്ന് കരുതി. സാരമില്ല, ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാ പറഞ്ഞു. ശ്രീധർ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവനെ പേടിപ്പിക്കാതെ. നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കുന്നത് കൊണ്ടാ അവനെ വീട്ടിലേക്ക് വരാൻ പോലും മടിക്കുന്നത്. ദുഷ്ടന്മാര് അകലം പാലിക്കുന്ന നല്ലത്. എന്താ പറഞ്ഞേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവനെ വീട്ടിൽ വന്നിട്ട് എന്ത് സാധിക്കാനുള്ളത്? ഇത് കേട്ടോ ചേച്ചി, അളിയൻ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നെന്ന്? സ്റ്റോപ്പ് ഇറ്റ് ശ്രീധർ. ആരെയും ഇങ്ങനെയൊന്നും ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നീ വാ, വന്ന് റെസ്റ്റ് എടുക്ക. വീട്ടിൽ വരുന്നവരെ നീ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ല രീതിയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് സുഹാസിനി. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം കാണുമ്പോൾ എന്തോ പന്തികളുണ്ടെന്ന് തോന്നുന്നു. ഛേ, എന്താ സംഭവം എന്ന് കേൾക്കാനുള്ള സമയം കിട്ടിയില്ല.
ചേട്ടൻ എനിക്ക് എൻ്റെ ചേട്ടൻ മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട്. ആദ്യ, നീ എന്താ ഇങ്ങനെ ഇത്ര അധികം ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഉറക്കം വന്നാലല്ലേ ഉറങ്ങാൻ പറ്റൂ. വിക്കിച്ചേട്ടൻ ആശുപത്രി കിടക്കുമ്പോ ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങും? ശരിയാ, നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇപ്പോ നിന്റെ ചേട്ടനെ കുറിച്ച് മാത്രം ആലോചിച്ചാ പോരാ. നിന്റെ വയറ്റില് പുറത്ത് എന്താ നടക്കുന്നതെന്ന് പോലും അറിയാത്തൊരു പാവം കൊച്ചുകുട്ടിയില്ലേ? അതിനെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്തെ? അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സിദ്ധാർത്ഥ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പോ എനിക്ക് പേടിയാവുക. പാവൻ ചേട്ടൻ, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? അവൻ തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എന്തിനാ നീ ചിന്തിക്കുന്നേ? എക്സാമ്പിളായിട്ട് നീ ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയേ. ലൈഫ് നോർമലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലൈഫിൽ കൊറോണ, അത് ഇത് എന്തൊക്കെയാ വന്നത്? എത്ര ആൾക്കാരാ അതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നത്? അപ്പോ അതൊക്കെ അവര് ചെയ്ത തെറ്റിന്റെ പേരിലാണ് വന്നതെന്നാണോ നീ പറയുന്നത്? ആദ്യ, ആക്സിഡന്റ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടല്ലേ അതിന് ആക്സിഡന്റ് എന്ന് പറയുന്നത്. റോഡിലൂടെ പോകുമ്പോ നമ്മുടെ തെറ്റുകൊണ്ടല്ലെങ്കിലും മറ്റുള്ളവരുടെ തെറ്റുകൊണ്ടെങ്കിലും ഇത് സംഭവിക്കാം. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇതൊക്കെ എന്താ നമുക്ക് തന്നെ സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരം ആർക്കും പറയാൻ പറ്റില്ല ആദ്യ. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചുകൂടെ? എങ്ങനെയാ സംഭവിച്ചെന്ന് വേദം നേരത്തെ പറഞ്ഞല്ലോ. മാത്രമല്ല, വിക്കിക്ക് വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടുമില്ല. അവൻ സ്ട്രോങ് ആണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയാവും. നിങ്ങൾ എന്നെ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്ക് സമാധാനിക്കാൻ പറ്റുന്നില്ല. എന്റെ സ്വപ്നം സത്യമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഞാൻ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തു പറ്റിയാണോ എന്തോ. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കുന്നത്? അവൾ ആശുപത്രിയിലല്ലേ, ഒരുപാട് പേരുണ്ടാവില്ലേ അവിടെ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവൾ മൊബൈൽ സൈലന്റ് ആക്കി വെച്ചതായിരിക്കും. ചിലപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി കാണും. വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കണ്ണാ, ആശുപത്രിയിൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മൂനൊന്നും പറ്റിയില്ലല്ലോ. ആശുപത്രിയിൽ നടന്നത് ഇവിടെ എങ്ങനെ അറിഞ്ഞു? എന്താ കണ്ണാ, എന്താ നീ ആലോചിക്കുന്നേ? ആക്സിഡന്റ് പറ്റിയത് വിക്കിക്കല്ലേ? പിന്നെ നിങ്ങൾ അമൂല്യെ കുറിച്ച് ചോദിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. എനിക്കെന്തോ അവള് ആപത്തിപ്പെട്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അവക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോ ഇവിടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാനും ഒന്നും പറയണ്ട. അതറിഞ്ഞാ എല്ലാവരും പേടിച്ചു പോകും. നീ വീണ്ടും എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇതാണ് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. അമ്മ വിചാരിച്ചത് ശരിയാ. അമ്മൂല്യക്ക് ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നോ? എന്താ പറ്റിയത്? അങ്ങനെ പേടിക്കാനൊന്നുമില്ല അങ്കിൾ. അമൂല്യക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഒന്നും പറ്റിയില്ല. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. കണ്ടില്ലേ പ്രമി, വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചില്ലേ. ഓ, കണ്ണനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക. ഇപ്പൊ കൊണ്ടുവരാം. അങ്കിൾ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഈ കണ്ണനിത് എന്താ പറ്റിയത്? അവരെന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ?
വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എത്ര ആക്റ്റീവായിരുന്നടാ നീ. നിന്റെ കുട്ടിക്കളിയും ചിരിയും തമാശയും ഒക്കെ പലപ്പോഴും ഇറിറ്റേഷനായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ അതൊക്കെ എനിക്ക് വലിയ സന്തോഷം തന്നിരുന്നടാ. ഞാൻ നിന്നെ പറ്റി ആലോചിച്ച് കരഞ്ഞൊന്നുമല്ല, കണ്ണിലൊരു പൊടി പോയതാ. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ചേട്ടൻ വലിയ സ്ട്രോങ് ആണെന്നൊന്നും അഭിനയിക്കണ്ട. ഗ്യാപ്പിൽ കൂടി കരയുന്നത് ഞങ്ങള് കണ്ടു. വാട്ട് നോൺസെൻസ്. കരയാനോ? അതും ഞാനോ? നോ, കണ്ണിലെന്തോ കണ്ണില് പൊടി വീണു അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊരു ഹാപ്പി ആയിരുന്നടാ. ഞാനും നീയും ആദ്യം ധ്രുവേ. വിക്രാന്ത്, സിദ്ധാർത്ഥ്, ഞാൻ വളരെ ഡിസ്റ്റർബ്ഡാ. ശരിക്കും നീ വേദാന്തിന്റെ അനീതി തന്നെയാണോ? വേദാന്ത് ഇതൊക്കെ എങ്ങനെയാ ഫേസ് ചെയ്യുന്നതെന്ന് നീ കണ്ടതല്ലേ? പക്ഷെ നിന്റെ കാര്യത്തിലാണെങ്കിലും ആദ്യ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി, അതോർത്ത് ടെൻഷനാവുകയും ചെയ്യും, പിന്നെ അതോർത്ത് കരയുകയും ചെയ്യും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരിക്കലും വീക്കാവാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇത് തന്നെയല്ലേ നിന്റെ ചേട്ടൻ വേദാന്തും പറയാറ്? ശരിയാ സിദ്ധാർത്ഥ്, ടെൻഷൻ അടിച്ചാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ചേട്ടനെ പോലെ ആവാൻ ബുദ്ധിമുട്ടാ, പക്ഷെ ശ്രമിച്ചു നോക്കണം. ഇങ്ങനെ ആയിരിക്കണം നല്ല പെൺകുട്ടികള്. നീ ഒന്നും ആലോചിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ, എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയായാലും ധൈര്യമായിട്ട് അത് ഫേസ് ചെയ്യണം. എല്ലാം ശരിയാവുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. വിക്രാന്ത്, വിക്രാന്ത്, നിനക്ക് എന്താ പറ്റിയ മോനെ? വിക്രാന്ത്, വിക്രാന്ത് മോനെ, വിക്രാന്ത്, 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 വാട്ട്സ് ഹാപ്പനിങ് ടു യു? വിക്രാന്ത്, വിക്രാന്ത്, ആർ യു ഓക്കേ? വിക്രാന്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോനെ? വിക്രാന്ത്, എന്താ പറ്റിയത്? അറിയില്ല, ഇതിന്ന് പെട്ടെന്ന് എന്തൊക്കെ സൗണ്ട് വരുന്നു. അവനാണെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് വരാം. വിക്രാന്ത്, സോറി വിക്രാന്ത്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മോനെ. വിക്രാന്ത്, ഞാൻ സംസാരിച്ചൊക്കെ എന്റെ മോൻ കേട്ടു അല്ലേ? ഐ എം സോറി വിക്രാന്ത്. നിനക്കൊന്നും പറ്റില്ല മോനെ. ട്രസ്റ്റ് മീ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഡോണ്ട് വറി, ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് മോനെ. വിക്രാന്ത്, 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 ഡോക്ടർ, നിനക്കൊന്നും സംഭവിക്കില്ല മോനെ. വിക്രാന്ത്, എന്തൊന്നാടാ ഇത്? വിക്കിയെ തീർത്തിട്ട് വരാൻ പറഞ്ഞപ്പോ നീ കഴുത്തിൽ കെട്ടുമായിട്ട് വന്നിരിക്കുന്നു. അവിടെ നിന്നായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞു പോയനെ. ഞാൻ എന്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോന്നതാ. ചേച്ചി ഇപ്പോഴും വിക്കിയുടെ കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രഭാകര, എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറയും. ഞാൻ അവിടെ എനിക്ക് പരിചയമുള്ള ഒരു അറ്റൻഡറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു.
ഞങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ആ അഹങ്കാരി അമൂല്യ അവിടേക്ക് വന്നു. വാട്ട്? അമൂല്യോ? ആ എന്ന് വെച്ചാ അവിടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെന്നാണോ? ഓ ഷീറ്റ്, ഡാം ഇറ്റ്. അങ്ങനെ എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല സിസ്റ്റർ. ഞാനും ആ അറ്റൻഡറും സംസാരിച്ചത് മാത്രമേ അവള് കേട്ടിട്ടുള്ളൂ. ഒരു ചെറിയ അബദ്ധം പോലും നാളെ ഒരു വലിയ പ്രശ്നമായിട്ട് മുന്നിൽ വരും പ്രഭാകര. എന്നാ പിന്നെ നിനക്ക് അതി അവളെ അങ്ങ് തീർക്കാൻ പാടില്ലായിരുന്നു. ആ അത് ചെയ്യാൻ പോയിട്ടായ ഞാനിപ്പോ ഈ അവസ്ഥയിലായത്. ഓക്കെ, അവിടെ ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് നീ പറയും. അയ്യോ, ആദ്യ ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് വരട്ടെ. സിദ്ധാർത്ഥ്, പോയി കട്ട്ലറ്റ് ഉണ്ടാക്ക്. നീ നോക്കിക്കോ ആദ്യ, ഇനി 6 ദിവസത്തിനകം എല്ലാം ഞാൻ ഉണ്ടാക്കും. നീ കണ്ടോ ആദ്യ? സിദ്ധാർത്ഥ്, നീ അത് പഠിച്ചു വരുമ്പോ തന്നെ അടുത്ത ആഴ്ചയാവും. അത് ശരിയാ, ഞാൻ കുറച്ച് സ്ലോ ആണ്. സ്ലോ ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ച് സമയം കൂടുതൽ കൊടുക്കണ്ടേ? ആയിക്കോട്ടെ, സമ്മതിച്ചു. ഈ 6 ദിവസത്തിനുള്ളിൽ നീ അത് ഉണ്ടാക്കുന്നത് പോട്ടെ, അത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്നെങ്കിലും നോക്കാം. ചലഞ്ച് അക്സെപ്റ്റഡ്. ശരി, നീ ഇപ്പൊ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ ജൂനിയർ ആദ്യ പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ ഓക്കെ, പക്ഷെ അകത്തുള്ളത് ആദ്യമല്ല സിദ്ധാർത്ഥ്. ആയിക്കോട്ടെ, ശരി. നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ വിളിച്ചോ. എന്നാലും എനിക്ക് വിക്കി ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സിദ്ധാർത്ഥ്. വിക്കി വേഗം തന്നെ പഴയതുപോലെ ആവും, ഒട്ടും ടെൻഷൻ ആവണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, കിടന്നോ. ഡോക്ടർ, എന്താ ഇവന് സംഭവിച്ചത്? എനി പ്രോബ്ലം? പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം വേഗം ശരി.